ഒത്തിരി അനുഭവങ്ങളുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ഈ ഒരു ബിസിനസ്സായിട്ട് വരാനായിട്ട് ആഗ്രഹിച്ച ഒരാളല്ല. ഞാൻ 40 വർഷം വടക്കേന്ത്യയിൽ ഒരു മെക്കാനിക്കലായിട്ട് ജോലി ചെയ്തതിനു ശേഷം നാട്ടിൽ വരുമ്പോൾ കൊറോണ സമയമായിരുന്നു. കൊറോണ ആയില്ലായിരുന്നു. പോകാനിരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഇവിടെ കൊറോണ ആയി ട്രെയിനൊക്കെ നടത്തിയപ്പോൾ പോകാൻ പറ്റാതിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തും ഒരു LIC ഏജന്റുമായിരുന്ന ഒരാൾ എന്നെ ഒന്ന് വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാനിതുപോലെ ഒരു LIC കൊണ്ടുപോകുന്നുണ്ട്, അതിൽ കൂടെ തന്നെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു ബിസിനസ്സും കൂടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ എനിക്കിപ്പോൾ അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു. അപ്പം ഇവിടെ വന്നപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് കാലിനൊക്കെ മസിൽ കയറ്റമുണ്ട്. 40 വർഷമായിട്ട് തന്നെ ഉള്ളതാണ്. ഇംഗ്ലീഷും ഹോമിയോയും മാത്രമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ ഒരു 2-3 ദിവസമൊക്കെ ഓരോ പിന്നെയും ഉണ്ടാകും. അതിനോട് ഇതുപോലെ നമ്മുടെ ഒരു വെൽനസ് പ്രോഡക്റ്റ് ആണ്, ഒന്ന് ഉപയോഗിച്ച് നോക്കുക, അപ്പം എങ്ങനെയുണ്ട് എന്നറിയാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. എങ്കിൽ പോലും സുഹൃത്തായതുകൊണ്ട് ഞാനത് വാങ്ങി. ഉപയോഗിക്കാതെ 1-2 ദിവസം ഉപയോഗിക്കാതെ പിന്നെ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വേറൊരാളുമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴത്തെ എൻ്റെ, അതായത് ഞങ്ങളുടെ NDC ലീഡർ ശ്യാമള മാധവത്തുമായിട്ട് വന്നിട്ട് വിവരങ്ങളൊക്കെ സംസാരിച്ച് ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ മുട്ടിനും രണ്ടിനും വേദനയായിട്ട് എങ്ങും ഇറങ്ങി നടക്കാൻ ഒന്നും വയ്യാത്തൊരവസ്ഥയിലിരിക്കണം. എവിടെയെങ്കിലും എൻ്റെ അത്യാവശ്യമാണെങ്കിൽ റിക്ഷയിലോ വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, ബസ്സേ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഉപയോഗിക്കുക, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും ഇത് ഉപയോഗിച്ച് വന്നപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മസിൽ കയറ്റുന്നൊരു അല്പം ആശ്വാസം വന്നു. പക്ഷേ വൈഫിൻ്റെ മുട്ടിന് രണ്ടിനും ഒരു 20 ദിവസമൊക്കെ കഴിയുമ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടായി. അങ്ങനെ 1 മാസം ഞങ്ങൾ ഉപയോഗിച്ചപ്പം വൈഫിൻ്റെ മുട്ടിൻ്റെ വേദന കംപ്ലീറ്റ് മാറി. ബസ്സിൽ പോകാനും എവിടെയോ കയറ്റമൊക്കെ കയറാൻ എല്ലാം സാധിച്ചു. എൻ്റെ മസിൽ കയറ്റം കുറവുണ്ടെങ്കിലും ഞങ്ങൾ 1 മാസം കൂടി വീണ്ടും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സൗഖ്യമായി. എന്നിട്ട് വൈഫിൻ്റെ ഈ ഉപ്പൻ കുറ്റിക്ക് രണ്ടിനും സൂചി കൊണ്ട് കുത്തുമ്പോൾ ഒരു കുത്ത് വന്നു. അപ്പം എനിക്ക് ഇതിൽ വേറെ ഒന്നും അറിയാൻ പറ്റില്ല. ഞാനത് വീണ്ടും ലീഡറിനോട് തന്നെ വിളിച്ചു ചോദിച്ചപ്പം എന്നോട് ഈ ലിവാഗിൻ ലിക്വിഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ലിവാഗിൻ ലിക്വിഡ് ഉപയോഗിച്ച് കംപ്ലീറ്റ് മാറി. ഇപ്പം 3 വർഷത്തോളം ആകുന്ന ഇന്ന് വരെ ആ വൈഫിൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദനയോ അല്ല സൂചി കൊണ്ടുള്ള കുത്തലോ ഒന്നുമില്ല. എൻ്റെ മസിൽ കയറ്റം കംപ്ലീറ്റ് മാറി. അപ്പോൾ അതിന് ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ ചാമ്പ്യൻ തൈലം, നോവേന ജെല്ല്, നോവേന ക്യാപ്സൂള്, നാക്സിയം, ഇത്രയാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. ഇത്രയും കൊണ്ട് മാത്രം ഞങ്ങൾക്ക് അതിൽ പരിപൂർണ സൗഖ്യം കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എൻ്റെ മസിലേറ്റ് അങ്ങനെ ആർക്കും കാണാൻ പറ്റാത്തതുകൊണ്ടും ഈ വൈഫിൻ്റെ മുട്ടിന് വേദനയ്ക്ക് നടക്കാൻ വയ്യായിരുന്ന ആള് ഓടിപ്പോകുന്നു, മല കയറ്റമൊക്കെ കയറുന്നു. ഒരു പ്രശ്നം പല ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു. ഒത്തിരി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നില്ലേ എന്ന് മാറാത്തൊരു കാര്യം എങ്ങനെ മാറി? അപ്പം പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ആയുർവേദത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്നല്ലാന്ന് മരുന്നെന്നൊക്കെ പറഞ്ഞത്. അപ്പം അത് കഴിയുമ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നങ്ങളുണ്ട്, ഈ തലവേദനയും അതുപോലെ തന്നെ മുടി മുറിയുന്നു, മുടി കൊഴിയുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ അന്ന് വയ്യാത്തതുകൊണ്ട് ശ്യാമളമഠത്തോടും മറ്റേ ഞങ്ങളുടെ ഷാഹു സാറായിരുന്നു എൻ്റെ ലീഡറിനോടുള്ള വിളിച്ചു ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞതുപോലെ ചാമ്പ്യൻ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാലും തലമുടി പൊഴിച്ചിട്ട് നിൽക്കും. എന്നാൽ അതിന് കൂടെ ഭൃംഗരാജ് ഓയിലും നമ്മുടെ അമ്ല ഹെയർ ഓയിലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറുമെന്ന് പറഞ്ഞ് മുടി വളരുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ച് അങ്ങനെ ഒരു 1-2 പേർക്ക് കൊടുത്തപ്പോൾ അപ്പോൾ സാർ അവിടെ നിന്ന് പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ ഐഡിയ അടിച്ചിട്ടാണ് പിന്നെ ഇത് വാങ്ങിക്കാൻ പോയാൽ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ കൊടുത്തപ്പോൾ അതിൽ നിന്ന് വെച്ച് നമുക്ക് റീറ്റെയിലിൻ്റെ അതായത് പ്രോഡക്റ്റ് കിട്ടി. മറ്റേ നമുക്കറിയത്തില്ലെങ്കിലും അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ബിസിനസ്സായിട്ട് ഏറ്റെടുത്തു. ആ ബിസിനസ് ഏറ്റെടുത്ത് ഇപ്പം ഇന്ന് വരെ അതിൽ നല്ല രീതിയിൽ തന്നെ വിജയിച്ച് തന്നെ റീറ്റെയിലിനും അല്ലാതെ നമുക്ക് കിട്ടുന്ന ഇൻകം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് പോകാൻ പറ്റി. ഇപ്പം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഊട്ടി ട്രിപ്പ് പോകാൻ പറ്റി. അടുത്തായിട്ട് ഇനി തായ്ലൻഡ് പോകാനായിട്ട് ഉള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് വന്നതാണ്. പിന്നെ അതിലൊക്കെ ഉപരി പറയാനുള്ളത് എൻ്റെ മദറിൻലോ. എന്നാൽ ഈ
ഈ ഒരു തൈലം പോലും ഉപയോഗിക്കാത്ത ആളാണ്. ഈ കാലിനൊരു നീരൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ് തൈലം ഉപയോഗിക്കും. ലാസ്റ്റ് നിർബന്ധിച്ച് തൈലം ഉപയോഗിച്ചപ്പോൾ കാലിന്റെ നീര് കംപ്ലീറ്റ് മാറി. അപ്പം എന്നോട് പറഞ്ഞ എൻ്റെ കാലെല്ലാം ശോഷിച്ചു. ഞാൻ പറഞ്ഞ അമ്മ ഈ കാല് ശോഷിച്ചാൽ നീര് പോയതാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വീണ്ടും ഈ തൈലം ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഫീലിംഗ് ആൻഡ് സിറപ്പ്, ബ്ലഡ് പ്യൂരിഫയറൊക്കെ ഇങ്ങനെ കൊടുക്കും. അത് ഉപയോഗിച്ച് എന്തായാലും ഇപ്പൊ ഒരു 1.25 വർഷം കഴിയുന്നു. ഒരു ദിവസം ഇരിക്കുന്ന സമയത്തൊന്ന് വീഴാനായിട്ട് ചരിഞ്ഞു പോയതേ ഉള്ളൂ. ആൾക്കാർ പിടിച്ചു, അടുത്തിരുന്നവർ പിടിച്ചു. അങ്ങനെ ബോധമെല്ലാം പോയി. ഒരു അനക്കം പോലും ഇല്ലാതെ, കണ്ണുപോലും തുറക്കാതെ ഇരുന്ന് നെറ്റ് കിട്ടണില്ല. ഏതായാലും 3 മണിക്കൂറേ ഉള്ളു. അതുകൊണ്ട് ഇവിടെ ഒരു ട്രീറ്റ്മെന്റും ഇല്ലെന്ന് ഞാൻ അവിടെ കിടത്തി. അങ്ങനെ കിടന്ന് 3 മണിക്കൂർ കഴിയുമ്പം ആള് ഒന്നും സംഭവിച്ചില്ല. ഈ കിടപ്പ് തന്നെ മയങ്ങി കിടക്കുകയാണ്. അങ്ങനെ അവര് ഒരു 3-4 മണിക്കൂർ അവിടെ നിന്ന് വിട്ടില്ല. ഏതായാലും പോകും എന്ന് പറഞ്ഞ് അങ്ങനെ കിടത്തി. രാത്രി ഒന്ന് അഡ്മിറ്റ് ആക്കി. ഒരു 6 ദിവസം കിടന്ന് ട്രിപ്പ് മാത്രം കൊടുത്ത് അങ്ങനെ കിടന്ന്. അവിടെ അവരോട് ദൂരമായതുകൊണ്ട് നിങ്ങൾ കാഞ്ഞപ്പള്ളി കൊണ്ടുപോകാൻ ഞാൻ എഴുതി തന്ന് അവിടെ ഇട്ട് കൊടുക്കണം. ഒരു രക്ഷയില്ല. ചൂവെല്ലാം ഇട്ട് കൊടുത്തു. അങ്ങനെ വന്ന് ഞങ്ങൾ ഏതായാലും ഡോക്ടർ പറഞ്ഞാൽ ഇവർ രക്ഷയില്ല, വീട്ടിൽ കൊണ്ടുപോകും, അവിടെ കിടത്തിക്കൊള്ളാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുട്ടിക്ക് വായ്പ തുറക്കത്തില്ല. ഒരു വിധത്തിൽ വായ്പ തുറന്നാണ് കൊടുത്ത്. ട്യൂബെല്ലാം എടുത്തിരിക്കുന്ന നാടൻ പോലും എല്ലാം ചോദിക്കളായിരുന്നു. അതിനുശേഷം ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തു. ഇങ്ങനെ കൊടുത്തിട്ട് 3 ദിവസമായപ്പോൾ അമ്മ കണ്ണു തുറന്നു. കീഴൊക്കെ അടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാലിയേറ്റീവ്ക്കാർ ഇവിടെ വന്നു. അവരോട് വന്നെല്ലാം പരിശോധിച്ചു പറയും നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ട്യൂബ് ഇടുക. അങ്ങനെ 2 ദിവസം വീണ്ടും അവർ ട്യൂബെല്ലാം എടുത്ത്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ 95 ബ്ലഡ് പ്യൂരിഫയറും കഴിച്ച് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സംസാരിക്കാനെല്ലാം തുടങ്ങി. പിന്നെ 1 മാസങ്ങളിൽ എഴുന്നേറ്റിരുന്നു, ഭിത്തിയെ പിടിക്കുക, നടന്നു. അങ്ങനെ ഈ നല്ല സൗഖ്യം കിട്ടിയിരുന്ന ആള് നല്ല രീതിയിൽ തന്നെ ആഹാരങ്ങളെല്ലാം വാരി കഴിക്കും, നല്ല രീതിയിൽ സംസാരിക്കും. പിന്നെ ഈ ടോയ്ലറ്റിലൊക്കെ കുടിച്ചോണം അത്രയുള്ള ഒരു പ്രശ്നമുണ്ട്. ഇന്ന് നല്ല ആരോഗ്യവതിയായിട്ട് നല്ലവണ്ണം ഇരിക്കുന്ന ആണ്. ഈ 95 കൊണ്ട് ഏറ്റവും ഇതിന് പ്രയോജനം നമുക്ക് വന്നത് 95 ആണ്. എന്നാൽ ഇതിനകത്ത് ഒരു പ്രോഡക്റ്റും മോശമായിട്ട് എല്ലാ പ്രോഡക്റ്റും നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റാണ്. കാരണം ഇത് കഴിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളം നമ്മൾ 3 ലിറ്റർ വെള്ളം കണ്ടിട്ടു നമ്മൾ ഒരു ദിവസം കുടിച്ചിരിക്കണം. അത് അമ്മ കുടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഉപയോഗിച്ചാൽ ഞങ്ങളും കുടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ വെൽനസ് പ്രോഡക്റ്റിന്റെ ഉണ്ട്. പിന്നെ വെൽനസ് പ്രോഡക്റ്റ് ഒത്തിരി ഉണ്ട് ക്യാൻസർക്കാർക്ക്. അത് 95 കൊടുത്ത് ലാസ്റ്റ് സ്റ്റേജ് വന്ന് സംസാരിക്കാൻ 50 വർഷം ആളുണ്ട്. ഈ ശ്വാസത്തിലുള്ള തൊണ്ടയ്ക്കുള്ള ക്യാൻസർ നമ്മുടെ 95 ബ്ലഡ് പ്യൂരിഫയർ മാത്രം കഴിച്ച് തലയിൽ ഒറ്റ മുടിയില്ല, നരച്ച മുടിയാണ്, മുടി മുഴുവൻ പോയാണ്. ഈ ഇത്രയും കഴിച്ച് ഇന്ന് ഒരു 1.5 വർഷം കഴിയുന്നു. ഒരു കുഴപ്പമില്ലാതെ കംപ്ലീറ്റ് 14 ഗുളിക കഴിച്ചോണ്ട് മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ 4 നടത്തി. ലാസ്റ്റ് ഒരു 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ഗുളിക നിർത്തി. ഇന്ന് മുടി പഴയതിലും, അതായത് നരിച്ച മുടി മാറി കറുത്ത മുടിയായിട്ട് പഴയതിലും നീളത്തിലുള്ള മുടി